ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓട്സിൻ്റെ കൂടെ ശരീരത്തിന് ഗുണകരമായ ചില ചേരുവകൾ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് ബ്ലഡ് ഷുഗർ കുറയാനും BP കുറയാനും കൊളസ്ട്രോൾ കുറയാനും നല്ലതാണ്. ശരീരഭാരം കുറയാൻ താല്പര്യമുള്ളവർ ഇതുപോലെ രാവിലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറഞ്ഞു കിട്ടും. ചപ്പാത്തിയേക്കാൾ വളരെ സോഫ്റ്റാണ്. രാവിലെ പരത്താതെയും കുഴക്കാതെയും ഉണ്ടാക്കുന്ന ഈ ഓട്സ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് പേൾ മില്ലറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരിക്കുകയാണ്. പേൾ മില്ലറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മില്ലറ്റ് വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഇവിടെ 1/2 കപ്പ് ഞാൻ ഓട്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കപ്പിനാണ് 1/2 കപ്പ് മില്ലറ്റ് ഞാൻ എടുത്തത്. ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. അപ്പം ഞാൻ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്തുള്ള വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആ കുതിർത്തിയ മില്ലറ്റ് വെള്ളം കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് ഓട്സും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു കഷണം മധുരക്കിഴങ്ങാണ്. ഇത് ഏകദേശം 50 ഗ്രാം തൂക്കത്തിലുണ്ടാകും. ഇത് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. വേവിക്കാതെ എടുത്തതാണ് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറച്ച് ചേർത്താലും മതി. ഒരു കഷ്ണം ചേർത്താലും മതി. നല്ലതാണ് ഇത് ചേർത്താൽ. ഡയബറ്റിക് കുറയാനും വെയിറ്റ് ലോസ് കുറയാനൊക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു കുഴിയുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും ഇഡ്ഡലി മാവിൻ്റെ അയവിലാണ് ഇരിക്കുന്നത്. നമുക്കിത് കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. ഒത്തിരി ലൂസാകാനും പാടില്ല. ജാറിനുള്ളിൽ പറ്റിയിരിക്കുന്ന ബാറ്റർ ഒരു സ്പൂൺ കൊണ്ട് എല്ലാം നന്നായിട്ട് വടിച്ച് ഇതിലേക്ക് ചേർക്കാം. നല്ല കട്ടിയിലായതുകൊണ്ട് ബാറ്റർ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ പറ്റിയിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇതിൻ്റെ ലൂസ് പാകമാണോ ഒന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പിൻ്റെ കപ്പാണിത്. 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കലക്കി നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ദോശമാവിൻ്റെ അയവിലാണ് നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ദോശത്തവ ചൂടാക്കി എണ്ണയിൽ മുക്കിയ ഒരു കോട്ടൺ തുണി കൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. സ്റ്റൗ ലോ ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഓരോ തവി വീതം ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് പതിയെ ഒന്ന് പരത്തി കൊടുക്കാം. ഒത്തിരി ദോശ പരത്തുന്നത് പോലെ പരത്തരുത്. കുറച്ച് കട്ടിയിലാണ് ഇത് ഇരിക്കേണ്ടത് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ചൂടാക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പം മീതെ ഭാഗമൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. പച്ചപ്പൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. സ്റ്റൗ മീഡിയം ഹീറ്റിൽ തന്നെയാണ് വെച്ചിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. സ്പാച്ചുല കൊണ്ട് ഇതിൻ്റെ മീതെ ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും തിരിച്ചിടാം. ഇങ്ങനെ ഓരോ മിനിറ്റ് വീതം തിരിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഏകദേശം മുരിഞ്ഞ് വരുമ്പോഴേക്കും ഇത് ചപ്പാത്തി പോലെ തന്നെ പൊങ്ങി വരുന്നത് കാണാം. ഗോതമ്പ് മാവിൻ്റെ ചപ്പാത്തി പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പൂരി പോലെ ഇത് പൊങ്ങില്ല കേട്ടോ. കാരണം ഇതിൽ നമ്മൾ മില്ലറ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് മില്ലറ്റ് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വരില്ല.
ഓട്സും മധുരക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ മില്ലറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് 3 ചേരുവയാണ് ഇതിനെ കൂടുതൽ സോഫ്റ്റ് ആക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങ ചിരകിയത് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും. നമുക്കിത് വെറുതെ കഴിക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ വെറുതെ നമുക്ക് കഴിക്കാം. വേണമെങ്കിൽ നമുക്കിതിലേക്ക് എണ്ണ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ കുമിളച്ച് വരും കേട്ടോ. ഇതിപ്പം ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസുകാർക്കൊക്കെ കഴിക്കാൻ പാകത്തിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്സ് ചപ്പാത്തിയാണ്. മില്ലറ്റും കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് മധുരക്കിഴങ്ങും. അതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസുകാർക്കൊക്കെ വളരെ നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ പതിവായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ശരീരഭാരം കുറക്കാനും ഡയബറ്റീസും കൊളസ്ട്രോളും BP-യും മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് ഇത് നോർമലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓട്സും മില്ലറ്റും കൊണ്ടുള്ള ഈ ചപ്പാത്തിയുടെ ലാസ്റ്റത്തെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അരക്കപ്പ് ഓട്സും അരക്കപ്പ് മില്ലറ്റും കൊണ്ട് ഒരു പാത്രം നിറയെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒത്തിരി വട്ടത്തിൽ ഉണ്ടാക്കരുത് കേട്ടോ, നമുക്കിത് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിനേലും കുറച്ചുകൂടി വട്ടം കുറച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓട്സും മില്ലറ്റും ചേർത്തുണ്ടാക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടിയും ഇത് നമുക്ക് കഴിക്കാം. കറി ഇല്ലാതെയും കഴിക്കാം കേട്ടോ. നോൺ വെജ് കറി കൂട്ടി വേണമെങ്കിലും അങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ വെജിറ്റേറിയൻ കറി കൂട്ടിയും കഴിക്കാം. കടലക്കറിയോ പരിപ്പ് കറിയോ അല്ലെങ്കിൽ ചെറുപയർ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. വെജിറ്റബിൾ കുറുമ കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കടലക്കറിയാണ് എടുത്തിരിക്കുന്നത്. വളരെ നല്ല ടേസ്റ്റാണ് ഈ കറിയും കൂട്ടി ഈ ചപ്പാത്തി കഴിക്കാൻ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ കേട്ടോ. വീണ്ടും മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. താങ്ക്